ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്നതാണ്. മൈസൂരിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങളാണ്. നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ അവർ പഠിക്കാനായിട്ട് വലിയ തുകയൊക്കെ കൊടുത്ത് ക്യാപിറ്റേഷൻ ഫീ അതും എല്ലാം കൊടുത്ത് അവിടെ പോയി ചേരും. അപ്പോൾ അതിന് ഇവിടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസസ് എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ള മലയാളികളാണ് ഉള്ളത്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വർഗീസ് എന്ന് പറയുന്ന ഒരാളാണെന്ന് പറയപ്പെടുന്നു. മനുഷ്യനാണോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ അത് കണ്ടു കഴിഞ്ഞാൽ. ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസസ് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുട്ടികൾക്ക് അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കും. നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കുമ്പോൾ അവിടെ ഒരു നിബന്ധനയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കണം, പുറത്ത് താമസിക്കാൻ പാടില്ല. നിർബന്ധമായിട്ട് അവിടുത്തെ ഹോസ്റ്റലിൽ അക്കോമഡേഷൻ എടുക്കണം, അതായത് ബോർഡിംഗ് ആയിരിക്കണം. അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല, കാരണം കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ചിലപ്പോൾ നല്ലത് അതാത് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ അതിനോടൊപ്പം വേറെ നിബന്ധനയും കൂടെ ഉണ്ട്. വെളിയിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, അവിടുത്തെ ഫുഡേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് അവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു വർഷം 80,000 രൂപ അടയ്ക്കണം, അത് കൊടുക്കണം. ഈ 80,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു മാസം ഒരു 6,666.66 അത്രയും രൂപ വരും. അത് അത്ര കൂടിയ റേറ്റ് എന്ന് പറയാൻ ഒക്കത്തില്ല, എന്നാലും മോശമല്ലാത്ത റേറ്റാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അവർ കൊടുക്കുന്ന ഫുഡ് ഏതാണെന്ന് കളക്റ്റീവായിട്ട് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ലാഭത്തിന് കൊടുക്കാൻ പറ്റും. പക്ഷേ സാരമില്ല, പോട്ടെന്ന് വെക്കാം. അതും തയ്യാറായി ഈ 80,000 രൂപ ഫീസും അടച്ച്, മെസ് ഫീസ് 80,000 രൂപ അടച്ച് അവിടെ കഴിയുന്ന കുട്ടികളുടെ ഗതികേടാണ്, ഇന്നലെ ദുരിതമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ചിത്രങ്ങളിലേക്ക് നമുക്ക് അതിലോട്ട് നോക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, തുറന്നു വച്ചിരിക്കുന്ന ഒരു കക്കൂസ്, അതിനകത്ത് വെച്ചാണ് ഈ ഫുഡ് പാചകം ചെയ്യുന്നതൊക്കെ. ആ തുറന്നു വച്ചിരിക്കുന്ന കക്കൂസ് എന്ന് പറയുന്നത് അത് ആദ്യം ഉപയോഗിച്ചത് മുതൽ, അതായത് ഒരു 10 വർഷത്തേക്ക് അത് കഴുകി കാണത്തില്ല, അത്ര അഴുക്കാണ്. നമുക്ക് അങ്ങോട്ട് നോക്കാൻ ഒക്കത്തില്ല, കാരണം മരം വരട്ടിലുണ്ടാവും. ഞാനത് മാറ്റിക്കളഞ്ഞു, കാരണം കാണാൻ പറ്റുന്നില്ല. എന്നിട്ടെന്താ കുട്ടികളുടെ പരാതി? ചിക്കൻ കറി കൊടുക്കുമ്പോൾ അതിനകത്ത് ചിക്കൻ്റെ തൂവല് കിടക്കും, രക്തം, ബ്ലഡ് ഉണ്ട്. ഇനി ഇത് മാത്രമല്ല, ചപ്പാത്തിക്കകത്ത് പാറ്റയെ വെച്ച് ചപ്പാത്തി വരത്തുന്നൊന്ന് ആലോചിച്ച് നോക്കുള്ളൂ. അത് ചോറിനകത്ത് പാറ്റ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആ കിടക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഒരു നിവൃത്തിയില്ലാതെ ഈ ഫുഡ് കഴിക്കാതിരിക്കാൻ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കാൻ ഒക്കത്തില്ല. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ചെയ്താലോ? ഈ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻറ്റേർണൽ മാർക്ക് കട്ട് ചെയ്യും ആ കോളേജിൻ്റെ. അതോടുകൂടി ഈ തോറ്റു പഠിക്കാൻ പോയി ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഈ വൃത്തികെട്ടതും വാങ്ങി കഴിച്ചിട്ട് ഇരിക്കുന്ന കുട്ടികളാണ്. ഇനി ഇത് മാത്രമല്ല, കുട്ടികൾ ഏതായാലും ഒരു കാര്യം ചെയ്തു, തള്ളി കയറി അവർ ഇതിൻ്റെ ഈ കിച്ചണിലോട്ടങ്ങ് കയറി. കിച്ചൺ എന്ന് പറയുന്നതിന് കക്കൂസും എല്ലാം ഒന്നാണ്. അതിനകത്തോട്ടങ്ങ് കയറി ചെന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നോക്കണം. ചെളിവെള്ളം ഉണ്ടല്ലോ, ചെളിവെള്ളത്തിനകത്താണ്, അതായത് ചുവന്ന കളറിലിരിക്കുന്ന വെള്ളം, ആ ചെളിവെള്ളത്തിനകത്താണ് ആഹാര പാചകം ചെയ്യുന്നത്. അപ്പം തന്നെ എന്ത് ഹൈജീനിക്കാന്ന് നമുക്കറിയാമല്ലോ. അത് ഈ പാത്രം കഴുകാൻ പോലും പറ്റാത്ത വെള്ളമാണ്. അതാണ് ഈ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളാണ്, മലയാളി കുട്ടികളാണ്. ഇത് മുഴുവൻ 5 കോളേജുകളിലാണ് ഈ സർവീസ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഭയങ്കര സർവീസാണ് അവന്മാരുടെ കേട്ടോ. ഇത് മലയാളികളായി ചെയ്യുന്നതെന്ന് നോക്കണം. മനുഷ്യത്വം ഉള്ളവന്മാരാണ് അവന്മാർ. മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഇതാണോ കൊടുക്കുന്നത്? അപ്പം എന്താ ഇതിൻ്റെ രസകരമായ വസ്തുത എന്തെന്നറിയോ? ഈ ഇൻറ്റേർണൽ മാർക്ക് കട്ട് ചെയ്യുന്ന അധ്യാപകരില്ലേ, അവന്മാർക്ക് കൊടുക്കുന്ന ഇതേ സാധനം തന്നെ തിന്നായി, അത് വാങ്ങിച്ച് കയറ്റിക്കോളും. പക്ഷെ കുഞ്ഞുങ്ങൾ കുറെ കൂടെ ബോധമുള്ളവരായതുകൊണ്ട് അവർ പോയി ഇത് പരിശോധിച്ച് കണ്ടുപിടിച്ചു. എല്ലാവിധ അസംസ്കൃത വസ്തുക്കളും അതിനകത്തുണ്ട്. പഴുതാര കേട്ടോ, ചിലന്തി, മുഴുവൻ തുടങ്ങിയ സാധനങ്ങളെല്ലാം. ഈ അനുഭവം എൻ്റെ മക്കള് പഠിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഹോസ്റ്റലിൽ. അവർ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ എൻ്റെ മൂത്ത മകൾക്കാണെങ്കിൽ അപ്പൻഡിസൈറ്റിസ് അത് വന്നു. അത് കാരണം അത് ആഹാരം കഴിച്ച് വന്നു. അതിനകത്തൊക്കെ ഈ നമ്മൾ ഈ നമ്പൂതിരിയട്ട എന്ന് പറഞ്ഞ ഒരു ചുവന്ന അട്ടയുണ്ടല്ലോ, അത് ചോറി കിടന്ന് കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. അപ്പം ഇതൊക്കെ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്താണെന്ന്. അപ്പൻഡിസൈറ്റിസ് വന്നതിന് സർജറി നടത്തേണ്ടതായിട്ട് വന്നു.
അതികഠിനമായ വേദന, വയറുവേദന ഉണ്ടായി, ഒരു രക്ഷയില്ലാതെ പോയി. അവസാനം സർജറി നടത്തേണ്ടതായിട്ട് വന്നു. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഉറപ്പിച്ച് പറയുന്നത്. പലയിടത്തും ചെയ്യാം, വരും ഇങ്ങനെയൊക്കെ, ചിലപ്പോൾ അബദ്ധം പറ്റി വരും. പക്ഷെ ഒരബദ്ധവും പറ്റി വരാത്ത സ്ഥാപനങ്ങളുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ 3 മെസ്സുകളുണ്ട്. 3 മെസ്സുകളെന്ന് പറഞ്ഞാൽ അതിൽ ആവറേജ് ഒരു 2 മെസ്സുകൾ നോൺ വെജാണ്. അത് 60 സ്റ്റുഡൻസ് വീതം ഉണ്ട് അതിനകത്ത് ആവറേജ്. മറ്റേതിനകത്ത് 80 കുട്ടികളോളം വരും. അത് വെജാണ്. ഞാൻ വെജായിരുന്നു ആ ഹോസ്റ്റലിൽ. പക്ഷേ അവിടുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു കംപ്ലൈൻറ്റും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് ആ ഫുഡ് അവിടെ പാചകം പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കാണാം. പിന്നെ ലോ കോളേജ് ഹോസ്റ്റലിൽ ഞാൻ താമസിച്ചത് ആണ്. അവിടെ എനിക്ക് കിച്ചണിലൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും പ്രവേശനമുണ്ട്. അവിടെ നമുക്ക് കയറാൻ നോക്കാം. അവിടെ ഒന്നും ഈ കുഴപ്പമൊന്നുമില്ല. അന്തസ്സായിട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തതല്ല, ചെയ്യാം. പക്ഷേ യവന്മാരിങ്ങനെയൊക്കെ കഴിച്ചാൽ മതി എന്നുള്ളതല്ലേ. അതായത് ഏതാണ്ട് സഹായം ചെയ്യുന്നവർ അഡ്മിഷൻ വാങ്ങി കൊടുക്കുകയാണ് കോളേജിൽ. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെ നോക്കും. അത് നോക്കുമ്പോൾ ഒരു കണ്ടീഷനാണ്, ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസസ് ഭയങ്കര സർവീസ് നടത്തുന്നവന്മാരാ. ഈ സ്ഥാപനത്തിൻ്റെ ഫുഡ് തന്നെ കഴിക്കണം. അത് നിർബന്ധമാണ്. കാരണം തീവട്ടിക്കൊള്ളയാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 80,000 രൂപ അതിൽ ഈടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പകുതി പോലും റേറ്റ് ആവത്തില്ല ആഹാരം കൊടുക്കാൻ. അപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 40,000 രൂപ വെച്ച് ഒരു വർഷം അടിച്ചെടുക്കാം. അപ്പോൾ എത്ര കുട്ടികളാണ് ഇതുവരെ പഠിക്കുന്നത്? 5 കോളേജിലാണ്. ഇതെല്ലാം നടത്തുന്നത് എവിടുത്തുകാരനാണെന്നും ഞാൻ പറയുന്നില്ല. അയാളെ വർഗീസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസസിൻ്റെ ഉടമസ്ഥൻ. ഏതായാലും കൊള്ളാം എന്ന് ഇത് ചാനലിൽ പറഞ്ഞാണ് പേര് കേട്ടോ. ഏഷ്യാനെറ്റ് പ്രഖ്യാപിച്ചാണ് പേര്. ഈ വാർത്ത തന്നെ മറ്റ് ചാനലുകളെല്ലാം എയർ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടു. ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടു. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് എന്ത് ദ്രോഹമാണെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഇതിന് ആഹാരം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കുന്ന പഴകി ചീഞ്ഞളിഞ്ഞ സാധനങ്ങളെല്ലാം ആ കിച്ചൺ പോലുള്ള സ്ഥലത്ത് ഇരിക്കുന്നതൊക്കെ പിള്ളേർ വാരി ഇടുന്നത് കണ്ടു. അതിൻ്റെ എല്ലാം പടം വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, സോയാബീൻ ഒക്കെ കറി വെച്ചേക്കാണ് 10 ദിവസം പഴക്കമുള്ളത്. ഈ രീതിയിലൊക്കെയാണ് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവിടെ കയറ്റി വെക്കും. വേണമെങ്കിൽ തിന്നണം, ഇല്ലെങ്കിൽ പക്ഷേ അത് തിന്നേ പറ്റുള്ളൂ. ആഹാരം പുറത്തുനിന്ന് കഴിക്കാൻ പാടില്ല. കാരണം പുറത്തുനിന്ന് ഹൈജീനിക്കായിട്ടുള്ള ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. മാത്രമല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഭക്ഷണം ഒരുത്തനും വേണ്ട, അത് എടുക്കുകയല്ലോ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ പ്രീസിഡൻ്റ് ആണ്. ഇവിടെ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കണം. ഓക്കെ, സമ്മതിച്ചു. ഹോസ്റ്റലിൽ താമസിച്ചിട്ട് അവിടുത്തെ ഫുഡ് തന്നെ കഴിക്കണം. ആ ഫുഡിനകത്ത് കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്തുവാണെന്ന്. എന്ത് കഷ്ടമാണെന്നറിയാം കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് ദ്രോഹം. അസുഖബാധിതരായിട്ട് ഒരുപാട് പേര് വരുന്നു. ഇപ്പോൾ ഒരു ന്യൂസ് വന്നേക്കുന്ന മംഗലാപുരത്ത് ഇതേപോലെ ഒരു ഹോസ്റ്റലിൽ നിന്ന് വന്നേക്കുന്നത് ഒരുപാട് കുട്ടികൾക്ക് ഛർദിലും അതിസാരവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഫുഡിനകത്തുള്ള കണ്ടാമിനേഷനാണ്, മായമാണ് ഇതെല്ലാം വരുന്നത്. അതായത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രിപ്പയർ ചെയ്യുക, അതിനകത്തുനിന്ന് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുക, കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുകയാണ്. ലാഭം ഉണ്ടാക്കാൻ ഇതിൽ നല്ലത് ഞാൻ അവന്മാർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ഗ്ലോബൽ സർവീസസ്, എഡ്യൂക്കേഷൻ സർവീസസിൻ്റെ ഭയങ്കര സർവീസ് അല്ലേ നടത്തുന്നത്. ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് റോഡിലോട്ട് നിന്നാൽ മതി കേട്ടോ, ഇരുട്ട് വീഴുമ്പോൾ. എന്നിട്ട് അതിൽ പോകുന്നവരെയൊക്കെ കഴുത്തെ കത്തി വെച്ചിങ്ങ് പിടിച്ചു പഠിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ കഴുത്ത് മുറിച്ചാലും കുഴപ്പമില്ല, വാങ്ങിക്കുന്നത് നല്ലത്. അതായിരിക്കും നല്ലത്. അല്ലാതെ എന്താ ഇതിനെ പറഞ്ഞു കൊടുക്കുന്നത്? ആളുകളെ കൊന്നു വാങ്ങുന്നത് പിന്നെ അപ്പുറമാണ് ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത്. ഇവർ നാളെ ജീവിച്ചിരിക്കേണ്ടവരല്ലേ? ആലോചിക്കണ്ടേ ഇതിന് പണം ഉണ്ടാക്കുന്നവന്മാർ? പണം ഉണ്ടാക്കാൻ നിനക്കൊക്കെ എത്രയോ മാർഗമുണ്ട്. നീയൊക്കെ പോയി പലിശയ്ക്ക് കൊടുക്ക്, എന്നാലും നമുക്ക് മനസ്സിലാവുമല്ലോ ഇതുപോലെ പെടുങ്ങാതെ. പക്ഷെ പലിശ കൊടുക്കുന്നതിലും ലാഭമായത്. അതുകൊണ്ടായ കാര്യം. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കഴുത്തറപ്പ് പരിപാടി നടത്തുന്നത്. എന്ത് ചെയ്യാനൊക്കും? ആ കുഞ്ഞുങ്ങളുടെ ഗതി ഓർത്ത് എനിക്ക് വളരെയധികം സങ്കടമുണ്ട്.